വെൽക്കം ടു മൂവി ബ്രാൻഡ്. സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി. സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട്. രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ഉയർന്ന അധിക്ഷേപങ്ങൾക്കുള്ള മറുപടിയുമായി രേണു എത്തിയിരുന്നു. തവള, പല്ലി, എലി എന്ന് പറഞ്ഞ് എന്നെ ബോഡി ഷെയ്മിംഗ് നടത്തുന്ന നിങ്ങളോടോ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ലോകസുന്ദരിയാണെന്ന് ഒന്നും. ഇതല്ല, ഇതിന്റെ അപ്പുറം വിളിച്ചാലും രേണു തളരില്ല. എന്നെ നേരിൽ കണ്ടറിയാവുന്നവർ പറയും ഞാൻ ഇങ്ങനൊക്കെ തന്നെയാണോ എന്ന്. ഇനി സോങ്ങിലേക്ക് അഞ്ജനം എഴുതിയില്ല, നുണക്കുഴിയുമില്ല എന്നാണ് രേണു കുറിച്ചത്. ഈ പോസ്റ്റിന് താഴെയും നെഗറ്റീവ് കമന്റുകളുണ്ട്. ഇനി മഞ്ജു വാര്യർക്കും ഇപ്പോഴുള്ള എല്ലാ സുന്ദരിമാരായ നടിമാർക്കും തൊഴിലുറപ്പിന് പോകാം, രേണു സിനിമാ ലോകം കീഴടക്കും, നയൻതാരയൊക്കെ ഫീൽഡ് ഔട്ടാകും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഇതിനുശേഷം രേണു പങ്കുവച്ച ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയ്ക്കും നെഗറ്റീവ് കമന്റുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടില്ല, എന്നാലും ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഓവറാണ് എന്നൊക്കെയും കമന്റുകൾ വരുന്നുണ്ട്. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചാന്തുപൊട്ടിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തെന്ന പാട്ട് റീക്രിയേറ്റ് ചെയ്ത വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് വിമർശനം രൂക്ഷമായത്. നെഗറ്റീവ് കമന്റ് അടിക്കുന്നതിലൂടെ ഇവളെ അങ്ങ് തകർക്കാമെന്നാണ് ചിലരൊക്കെ കരുതുന്നതെന്ന് രേണു പറഞ്ഞിരുന്നു. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യമൊക്കെ എനിക്ക് വരും, അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല. മറുപടി കൊടുക്കേണ്ടതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ചീത്ത വിളിക്കുന്നവരോട് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കില്ല, കാരണം നമ്മുടെ സംസ്കാരം അത് അല്ലല്ലോ. നെഗറ്റീവ് കമന്റ് പറയുന്നത് അല്ല, ചീത്ത വിളിക്കുന്നതാണ് പ്രശ്നം. എന്തിനാണ് ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞാനൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഏതവനാണെങ്കിലും അവനെ പൊക്കും. എനിക്ക് ഇപ്പോൾ അതിനുള്ള സമയമില്ല. നാടകത്തിന്റെ തിരക്കാണ്. അതൊന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരുത്തനെയെങ്കിലും ഞാൻ പൊക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാകും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടിയാണ് എന്നെ ബോൾഡാക്കിയത്. എന്റെ കൂടെ അഭിനയിച്ച പാവം ദാസേട്ടനെയൊക്കെ ചേർത്ത് വെച്ച് അങ്ങേയറ്റം വൾഗറായ രീതിയിലാണ് ചിലരൊക്കെ പറയുന്നത്. നമുക്കൊരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് എന്നതൊക്കെ മറന്നാണ് കമന്റ് ബോക്സിൽ എന്തും പറയാമെന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും രേണു പറയുന്നു. ഫേക്ക് ഐഡിയിലാണ് പലരും കമന്റ് ഇടുന്നത്. നീയൊക്കെ പഠിച്ചതല്ലേ പാടൂ, പാടിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഇവരൊക്കെ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇതൊന്നും എന്റെ ദേഹത്തെ ഏൽക്കില്ല. നമ്മളും മനുഷ്യരല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളും മറുപടി കൊടുത്തു പോകും. അങ്ങനെ മറുപടി കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ആരെയും ചീത്ത വിളിച്ചിട്ടില്ല. ചേട്ടൻ പോയത് ജൂൺ 5-ാം തീയതിയാണ്. അതിൽ കൂടുതൽ എന്ത് തലപോകേണ്ടി വന്നാലും എനിക്കൊരു വിഷയവുമല്ല. സ്വന്തം മനസ്സിലെ സ്വഭാവമാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത്. ഞാനും ദാസേട്ടനും കൂടി പാത്തും പതുങ്ങിയും പോയി ചെയ്തതല്ല റീൽ. അന്ന് ആ കടപ്പുറം മുഴുവൻ ആളുകളായിരുന്നു. അശ്ലീല ചുവയുള്ള കമന്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ. എനിക്ക് അതൊന്നും വിഷയമല്ല, കാരണം അതൊന്നും എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലല്ലോ. എന്നെ ഇനി ആർക്കും കുത്തി വേദനിപ്പിക്കാൻ പറ്റില്ല, കാരണം എന്റെ മനസ്സ് അത്രത്തോളം കല്ലായിപ്പോയി. ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേട്ടൻ പോയപ്പോൾ സംഭവിച്ചു. അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. എന്റെ തല പോയാലും എനിക്ക് വിഷയമല്ല. പിന്നെ എന്തിന് ഞാൻ ഇതിലൊക്കെ ടെൻഷൻ അടിക്കണമെന്നാണ് രേണു ചോദിച്ചത്. റീല് കണ്ട ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും രേണു വെളിപ്പെടുത്തി. കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഞങ്ങളും ഒപ്പമില്ല. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു. അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല. ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു, അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ കമന്റ് കണ്ടു. അവൻ എന്ത് ചെയ്യാനാണ്? അവനൊരു കുഴപ്പവുമില്ല. കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും. അവന് ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുന്ന ഒരു അമ്മയേ ഉള്ളൂ, അത് ഞാനാണ്. അവനറിയാം ഞാൻ ആരാണെന്ന്, എനിക്കറിയാം അവൻ ആരാണെന്നും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല. മക്കൾ വീഡിയോ കണ്ടാൽ എന്തു ചെയ്യാനാണ്? അവര് കാണും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞു. എന്ത് ചെയ്താലും വിധവ എന്ന് പറഞ്ഞ് വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് രേണു പറയുന്നു. ഇത് അവസാനിപ്പിക്കാനുള്ള വഴിയൊന്നെങ്കിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നതാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ്. ഒന്നിനും ഞാനില്ല. എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ വിധവയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? എല്ലാം കുറ്റമാണ്. കേട്ട് മടുത്തു. ഒന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ആരെയെങ്കിലും കെട്ടി ജീവിക്കും. എനിക്ക് മടുത്തു. ഇങ്ങനെ കേൾക്കാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടാണേലും കുഴപ്പമില്ല. വിധവയെന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുന്നു. ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം. ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെ കാരണം. ശരിക്കും മടുത്തിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത്, അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം വേണ്ട എനിക്ക്. പക്ഷെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഏട്ടൻ മരിച്ചത് കൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം. ഒന്നെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ കെട്ടുക.
മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ പേരങ്ങ് തീർന്നു കിട്ടുമല്ലോ, അല്ലാതെ എന്ത് വഴിയാണ് വിധവ എന്നത് മാറാനെന്നാണ് മുൻപ് ചോദിച്ചത്. അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീടെന്ന സ്വപ്നം സഫലമായത്. KHDC എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധിയുടെ ഭാര്യ രേണുവിനും 2 മക്കൾക്കുമായി വീട് തയ്യാറാക്കിയത്. വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ചെറിയൊരു വീട് വെക്കണമെന്നതായിരുന്നു സുധിച്ചേട്ടന്റെയും എന്റെയും ആഗ്രഹം. വീട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. വീട്ടിലെ സാധനങ്ങൾ പലരും സ്പോൺസർ ചെയ്തതാണ്. അത് ആരാണെന്ന് പോലും എനിക്കറിയില്ല. സുധിച്ചേട്ടന്റെ ആത്മാവ് വളരെയധികം സന്തോഷിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കയറി താമസത്തിന് സുധിച്ചേട്ടന്റെ കുടുംബം എല്ലാവരും വന്നിരുന്നു. അവർ കൊല്ലത്തായതുകൊണ്ടാണ് ഇടയ്ക്കിടെ വരാതിരുന്നത്. ഈ വീട് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണെന്നും രേണു പറഞ്ഞിരുന്നു. രേണുവിനെതിരെയും വീടിനെ ചൊല്ലിയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർന്നതോടെ രേണുവിനും മക്കൾക്കും വീട് വെച്ച് നൽകിയ കേരള ഹോം ഡിസൈൻ എന്ന കൂട്ടായ്മയിലെ ഫിറോസും രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. തുടക്കത്തിൽ ഇവരുടെ ഭാഗത്തും ചെറിയ ചില മിസ്റ്റേക്കുകൾ വന്നിട്ട് മരിച്ച വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് അവർ ഒരുപാട് ഓൺലൈൻ മീഡിയകൾക്ക് അഭിമുഖങ്ങൾ കൊടുക്കുന്നത്. ഈ മീഡിയകൾ അവരുടെ സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ പകർത്തിയെടുത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. ഇതോടെ സുധിയുടെ ഭാര്യ രേണു മരണം വരെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമെന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു. ഉറ്റവർ മരിച്ച നാളുകൾ കഴിയുന്നതോടെ നമ്മൾ ആ വിഷമത്തിൽ നിന്നും മാറും. രേണു അങ്ങനെ മാറുന്നത് ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇതോടെയാണ് സോഷ്യൽ മീഡിയയിലെ ആക്രമണവും ചോദ്യം ചെയ്യലും ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2023 ജൂൺ 5-നാണ് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ വരുമ്പോൾ തൃശൂരിൽ വെച്ച് സുധിക്ക് അപകടമുണ്ടാകുന്നത്. നടൻ സഞ്ചരിച്ചിരുന്ന കാറ് പിക്കപ്പ് ട്രക്കിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു.